നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിമനോഹരവും അതിശയകരവുമായ ബഹിരാകാശത്തെ കണ്ടെത്തലുകളെക്കുറിച്ചാണ്. 8ാം തവണയാണ് മനുഷ്യർ ഇത്തരമൊരു സംഭവത്തെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. അതായത്, ഒരു ഭീമൻ ബ്ലാക്ക് ഹോളിൽ നിന്നും ആവർത്തിച്ചു വരുന്ന ശക്തമായ എക്സ്റേ ബേസ്റ്റുകളെ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുതിയ കണ്ടെത്തലത്തിൻ്റെ പേര് അനസ്കി എന്നാണ് അവരിട്ടേക്കുന്നത്. ഈ അനസ്കി എന്നത് 300 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളിൽ വെച്ച് തന്നെ ഈ ബ്ലാക്ക് ഹോളാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ഈ എക്സ്റേ ബേസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബേസ്റ്റുകളെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ക്വാസി പീരിയോഡിക് എന്നാണ്. അതായത് ഇതൊരു നിശ്ചിത ഇടവേളകളിൽ ഈ എക്സ്റേ ബേസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 4.5 ദിവസത്തിലൊരിക്കലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 1.5 ദിവസത്തോളം ഇങ്ങനെ നീണ്ടു നിൽക്കും. ഈ എക്സ്റേ ബേസ്റ്റ് ഇങ്ങനെ 1.5 ദിവസത്തോളം നീണ്ടു നിൽക്കും. ഇതിനെ ശാസ്ത്രജ്ഞർ ക്വാസി പീരിയോഡിക് ഇറപ്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ക്വാസി പീരിയോഡിക് എറപ്ഷൻ എന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ചെറിയ വസ്തുക്കൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളെന്ന് പറയാം. കാരണം ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭീമാകാരമാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ നക്ഷത്രങ്ങളൊന്നും ആയിരിക്കത്തില്ല, വളരെ ചെറുതായിരിക്കും എന്ന് പറയാം. അതായത് ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ട് വളരെയധികം ഗ്യാസുകളുണ്ട്. അത് വളരെ ചൂട് പിടിച്ച ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. അത് വളരെയധികം ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഈ ഗ്യാസുകളിൽ കൂടി ഏതെങ്കിലും ലോവർ മാസ്സുള്ള ഏതെങ്കിലും ഒരു വസ്തു കടന്നു പോകണം. അതൊരു നക്ഷത്രമാണെങ്കിലും ഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും കടന്നു പോകുമ്പോൾ, അങ്ങനെ ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ എക്സ്റേ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് വളരെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നദിക്കരയിൽ നിന്നുകൊണ്ട് ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയുക എന്ന് വിചാരിക്കുക. അപ്പം അവിടെ ഈ അലകളുണ്ടാവുമല്ലോ, ഓളങ്ങളുണ്ടാവുമല്ലോ. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷേ അത് നടക്കുന്നത് സ്പേസിലാണെന്ന് മാത്രം. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള ഈ ക്ലൗഡ്, ഇത്രയും ഹോട്ടായിട്ട് നിൽക്കുന്ന ഈ വാതകങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും വലിയ മാസമുള്ള വസ്തുക്കൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് എന്താണ്, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറ്റുള്ള ക്വാസി പീരിയോഡിക് ഇറപ്ഷനെ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ അനസ്കി എന്ന് പറയുന്നത് ഏകദേശം 20 മടങ്ങോളം ശക്തിയുള്ളതും അതിനേക്കാൾ ഏറെ നേരം നീണ്ടു നിൽക്കുന്നതുമായ ആണ് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ അനസ്കി എന്ന് പേരിട്ട ഈ QPE ഉള്ളത്. ഇങ്ങനെ ഓരോ ബേസ്റ്റ് ഉണ്ടാകുമ്പോഴും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇങ്ങനെ ഓരോ പൊട്ടലുണ്ടാകുമ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന് തുല്യമായ മാസാണ് ഇത് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതും പ്രകാശ വേഗത്തിൻ്റെ 15% വേഗത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ജൂപ്പിറ്റർ എത്രയധികം വലുതാണ് എന്നും പ്രകാശത്തിൻ്റെ 15% വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എത്രയും വലുതാണ് ഈ സംഭവം എന്ന്. ശാസ്ത്രജ്ഞർ ഇതിനെ നിരീക്ഷിക്കുന്നത് ഇങ്ങനെ പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള പദാർത്ഥത്തിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. അതേപോലെ തന്നെ നാസയുടെ NICER എന്ന ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഇത് വിശദമായി കണ്ടെത്തുന്നതിന് സഹായിച്ചു. അതുമാത്രമല്ല, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഏകദേശം ഒരു 16 തവണയോളം ഇവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ്. അതായത് ഈ അനസ്കിയുടെ ഇതിൻ്റെ ഈ വായുവിൻ്റെ ഡിസ്ക് ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലുതായതുകൊണ്ട് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും അതിന് വളരെ ശക്തമായ പൊട്ടിത്തെറികളും ഉണ്ടാകാനുള്ള കാരണം ഇത്രയും വലിയൊരു ഡിസ്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഇതാണ് അവരുടെ കണ്ടെത്തൽ. അടുത്ത കണ്ടെത്തൽ എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് വഴി തന്നെ ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു വായുവിൻ്റെ ഡിസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പം അതിനും മാറ്റം വരുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈറൽ ഷേപ്പിലേക്ക് അങ്ങ് മാറുന്നു. ഇത് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം പിന്നീട് ഒരിക്കലും പൊട്ടിത്തെറി ഉണ്ടാകാത്ത രീതിയിലേക്ക് മാറും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.
ഈ അനസ്കിയുടെ വിവരങ്ങൾ എടുത്തത് മൂലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള പരീക്ഷണങ്ങൾക്കും അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഹോളുകളുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന പല പല രഹസ്യങ്ങളും നമുക്ക് ഈ ഇങ്ങനെയുള്ള ബേസ്റ്റുകൾ, ഇങ്ങനെയുള്ള വലിയ പൊട്ടിത്തെറികൾ നടക്കുമ്പോഴാണ് നമുക്ക് അതിനെ കൂടുതൽ പഠിക്കാനും ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നിരീക്ഷിച്ചേ പറ്റൂ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ഈ ബ്ലാക്ക് ഹോളുകളെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഒരു സാധാരണയായി പറയുകയാണെങ്കിൽ ഒരു വലിയ കളിപ്പാട്ടത്തിന് ചുറ്റുമുള്ള ഒരു വളയത്തിൽ ഒരു ചെറിയ ബോൾ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ ബോൾ ഇങ്ങനെ വേഗത്തിൽ വളയത്തോടെ കടന്നു പോകുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ വളയത്തിന് ചെറിയൊരു പൊട്ടലുണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള ഈ വായുവിൻ്റെ ഈ വലിയ ഈ ഡിസ്കിനകത്തൂടെ ഏതെങ്കിലും വസ്തുക്കൾ, അതായത് നക്ഷത്രങ്ങളോ പ്ലാനറ്റുകളോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഡിസ്കിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതുകൊണ്ട് നമുക്കെന്താണ് ഗുണം എന്നുള്ളത്, നമുക്ക് ഒന്നാമത്തെ കാര്യം ബ്ലാക്ക് ഹോളുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ടെക്നോളജിയിൽ ഇത് മാറ്റിമറിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജി കൂടുതൽ പുരോഗമിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കണ്ടെത്തലുകൾ നമ്മളെ സഹായിക്കും. അതാണ് ഈ അനസ്കി എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിരീക്ഷിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള പഠനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ ഇനിയും വേണം, എങ്ങെന്താൽ മാത്രമേ ഇത് എത്രയധികം എഫിഷ്യൻ്റായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് പുതിയതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം നമ്മളുടെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ളൊരു അഡ്വാൻസിനും ഇത് വളരെ കാരണമാകും. ഇതിൻ്റെ കണ്ടെത്തലുകൾ മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഗാലക്സിയുടെ സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന വലിയൊരു ബ്ലാക്ക് ഹോളാണുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് ഹോളുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആ സെൻട്രലിലുള്ള ഈ ബ്ലാക്ക് ഹോളുകളിലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെയാകുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ എടുത്തിരിക്കുന്നത് നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നാസയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി പരിശോധിക്കാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.